ഗാസ ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ പോലും ഞെട്ടിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഇത്തരമൊരു ആലോചനയോ ഇത്തരമൊരു ചർച്ചയോ ഇരു നേതാക്കൾക്കുമിടയിൽ ഉണ്ടായിട്ടില്ലെന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു വിഷയമാണ് ചർച്ചയ്ക്കിടയിൽ ട്രംപ് നെതന്യാഹുവിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഈ നീക്കത്തിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ മുൻ ഉപദേശകനും മരുമകനുമായ ജാരഡ് കുഷ്ണറാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനാണ് ജാരഡ് കുഷ്ണർ. ഡൊണാൾഡ് ട്രംപിൻ്റെ മകൾ ഇവാങ്ക ട്രംപിനെ വിവാഹം കഴിച്ചതോടുകൂടി ട്രംപിൻ്റെ മരുമകനായി തീർന്നു. പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഉപദേശകനായിരുന്നു. ഇപ്പോൾ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതോടുകൂടി പ്രധാനമായ പല തീരുമാനങ്ങളും എടുക്കുന്ന ആൾ ജാരഡ് കുഷ്ണറാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഗാസയെ ഒരു വിനോദസഞ്ചാര മേഖലയാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലാണ് ജാരഡ് കുഷ്ണർ ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതാദ്യമായിട്ടല്ല ഗാസയെ സംബന്ധിച്ചൊരു പദ്ധതി ജാരഡ് കുഷ്ണർ തയ്യാറാക്കുന്നത്. ഒരു വർഷത്തിന് മുൻപ് നടന്ന ഒരു സംവാദത്തിനിടയിൽ അദ്ദേഹം ഇത് സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു എന്നുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലോകത്താകമാനം പരക്കുന്നത്. ഇപ്പോൾ വൈറലായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. അവതാരകനുമായുള്ള ഒരു സംവാദത്തിനിടയിൽ ഗാസ എന്ന വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ഒരു ഭൂപ്രദേശത്തിൻ്റെ സാധ്യതകൾ, വിനോദസഞ്ചാര സാധ്യതകളെക്കുറിച്ച് ജാരഡ് കുഷ്ണർ സംസാരിക്കുന്നുണ്ട്. ആ ഭൂപ്രദേശം വലിയ സുരക്ഷാ പ്രശ്ന മേഖലയായി മാറിയിരിക്കുന്നു. അവിടെയുള്ള പാലസ്തീനികളെ പൂർണ്ണമായും അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചാൽ ആ മേഖലയെ ആഗോള വിനോദസഞ്ചാര ഹബ്ബാക്കി മാറ്റാൻ കഴിയും. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ലാഭം നൽകുന്ന, അമേരിക്കയുടെ വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന വലിയൊരു ബിസിനസ് ഹബ്ബാക്കി ആ മേഖലയെ മാറ്റാൻ കഴിയുമെന്ന് ജാരഡ് കുഷ്ണർ അതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ആ വീഡിയോ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജാരഡ് കുഷ്ണറുടെ ബിസിനസ് തന്ത്രങ്ങളാണ് പിന്നാലെ ഡൊണാൾഡ് ട്രംപിനെ സ്വാധീനിച്ചതെന്നും വളരെ പെട്ടെന്ന് തന്നെ ഗാസ ഏറ്റെടുക്കാനുള്ള ഈ നീക്കത്തിന് പിന്നിൽ ഇത്തരമൊരു തന്ത്രമുണ്ടെന്നുമുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഡൊണാൾഡ് ട്രംപ് ഗാസ ഏറ്റെടുക്കാനുള്ള തന്റെ തീരുമാനം ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നിൽ അറിയിക്കുകയായിരുന്നു. അതിനു മുൻപ് ഗാസയെ സംബന്ധിച്ച ഇത്തരമൊരു ചർച്ചകൾ ഇരു നേതാക്കൾക്കുമിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഗാസ അമേരിക്ക ഏറ്റെടുക്കാമെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതോടുകൂടി തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അതിന് പരിപൂർണമായ സമ്മതം മൂളുകയായിരുന്നു. കാരണം ഗാസയെ എങ്ങനെ നിയന്ത്രിക്കാം, ഗാസയെ എങ്ങനെ പുനർനിർമ്മിക്കാം എന്നത് സംബന്ധിച്ച് വലിയൊരു ആശങ്കയിലായിരുന്നു ഇസ്രായേൽ. കാരണം ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും മാറ്റുന്നതിൽ വലിയ സന്തോഷമാണ് ഇസ്രായേലിനുള്ളത്. അല്ലാതെ ഗാസയിൽ ഇനിയും പാലസ്തീനികൾ അവശേഷിച്ചാൽ മുൻകാലങ്ങളിലുള്ളതുപോലെ രാജ്യത്തിന് ഭീഷണി ഇനിയും ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ വലിയ സൈനിക വിന്യാസം ആവശ്യമായി വരും. പതിറ്റാണ്ടുകളോളം ആ സൈനിക വിന്യാസം ഇനി നടത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഗാസയിൽ സമ്പൂർണ്ണമായ ഒരു സമാധാനം വരണമെങ്കിൽ ഗാസയിൽ നിന്നും പാലസ്തീനികൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം. പാലസ്തീനികളെ പൂർണ്ണമായും അവിടെ നിന്ന് കുടിയിറക്കണം. ഇതാണ് ഇസ്രായേൽ ആഗ്രഹിച്ചത്. ആ ഇസ്രായേലിൻ്റെ ആഗ്രഹം പോലെ തന്നെയാണ് അമേരിക്ക ഗാസ ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചതും അതിന് നെതന്യാഹു കൈകൊടുത്തതും. എന്നാൽ ഇപ്പോൾ ചില അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇത് ട്രംപിൻ്റെ പദ്ധതിയല്ലെന്നും ട്രംപിൻ്റെ മരുമകനായ ജാരഡ് കുഷ്ണറുടെ പദ്ധതിയാണെന്നും ഇതിന് പിന്നിൽ വലിയ റിയൽ എസ്റ്റേറ്റ് കളി നടക്കുന്നുണ്ടെന്നുമുള്ള ചില വിവരങ്ങൾ ചില മാധ്യമങ്ങൾ ചോർത്തി നൽകുന്നത്. ആ വാദത്തിന് സഹായകരമായിട്ടുള്ള ചില ദൃശ്യങ്ങളാണ് ഒരു വർഷം മുമ്പ് നടന്ന സംവാദത്തിൽ ജാരഡ് കുഷ്ണർ ഗാസയെ സംബന്ധിച്ച് നടത്തിയ പരാമർശങ്ങളും ഗാസയെ സംബന്ധിച്ച് അദ്ദേഹം കണ്ട കാഴ്ചപ്പാടുകളും ഗാസയിൽ കൊണ്ടുവരാനിരിക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളും പുറത്തു വന്നത്. എന്തായാലും ഗാസ ഏറ്റെടുക്കുമെന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അറബ് രാജ്യങ്ങളുടെ പ്രതിഷേധം വന്നതിന് പിന്നാലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോയുടെ ഒരു പ്രതികരണം വന്നിരുന്നു. അതായത് ഒരു ദീർഘകാലത്തേക്ക് പാലസ്തീനികളെ അവിടെ നിന്ന് മാറ്റുന്നതല്ല, ഒരു ഹ്രസ്വകാലത്തേക്ക് പാലസ്തീനികളെ ഗാസ മുനമ്പിൽ നിന്ന് മാറ്റുകയും ഗാസയുടെ പുനർനിർമ്മാണം സാധ്യമാക്കിയ ശേഷം ഗാസയിലേക്ക് അവരെ തിരികെ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുമെന്നുമാണ് റൂബിയോ വ്യക്തമാക്കിയത്.
പ്രസിഡന്റിന്റെ വാക്കുകളെ ചിലർ തെറ്റിദ്ധരിക്കുകയായിരുന്നു. താൽക്കാലികമായ ഒരു മാറ്റമാണ് ഗാസയിൽ നിന്നും പാലസ്തീനികൾക്ക് ഉണ്ടാകുന്നത്, അല്ലാതെ എന്നേക്കുമായി അവരവിടെ നിന്ന് മാറ്റുന്നതല്ല. ആ തെറ്റിദ്ധാരണയാണ് ചില സംശയങ്ങൾക്കിടയാക്കിയത് എന്ന് റൂബിയോ വ്യക്തമാക്കി. അതേസമയം അക്ഷരാർത്ഥത്തിൽ അമേരിക്കയുടെ പ്ലാൻ ഗാസയിലെ പാലസ്തീനികളെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഇതേ കാര്യം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ജേഡ് കുഷ്ണർ തൻ്റെ സംസാരത്തിൽ പറയുന്നുമുണ്ട്. ഗാസയിൽ നിന്ന് പാലസ്തീനികളെ ഒരിക്കൽ മാറ്റിയാൽ പിന്നീട് ആ പാലസ്തീനികളെ അവിടേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ഇസ്രായേൽ ഒരു കാലത്തും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പരിപൂർണ പിന്തുണ അമേരിക്കയുടെ ഈ പദ്ധതിക്ക് ഉണ്ടാകും. അത് എന്നേക്കുമായി ഗാസയിലെ സംഘർഷങ്ങൾ അവസാനിക്കാനിടയാക്കും. ഗാസയെ ഒരു സമാധാന മേഖലയാക്കി മാറ്റും. ഗാസയിലെ ആ ഒരു വാട്ടർ ഫ്രണ്ടേജ്, അതായത് ഈ മെഡിറ്ററേനിയൻ കടലുമായി അഭിമുഖത്തിൽ നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഗാസ. അത് വലിയ തോതിൽ വാണിജ്യ പ്രാധാന്യമുള്ളതാണ്. അത് ചരക്ക് ഗതാഗതത്തിന് വളരെ സഹായകരമായ ഒരു ഹബ്ബാണ്. അതുപോലെ വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതകളുള്ള ഒരു ഭൂപ്രദേശമാണ്. അതുപോലെ തന്നെ അമേരിക്ക ഉള്ളിൽ കാണുന്ന ഒരു മിലിറ്ററി ബേസിന് ഏറ്റവും യോജിച്ച ഒരു ഭൂപ്രദേശം കൂടിയാണ് ആ മേഖല. അതുകൊണ്ട് തന്നെ ആ മേഖല കൈക്കലാക്കാനുള്ള എല്ലാ നീക്കവും അമേരിക്ക ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ സേനാ വിന്യാസം ആ മേഖലയിലേക്ക് ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. നേരത്തെ തന്നെ വലിയൊരു ട്രൂപ്പ് സ്പെഷ്യൽ ഫോഴ്സിനെ അമേരിക്ക അവിടേക്ക് അയച്ചിരിക്കുന്നു. ഇപ്പോഴിതാ ആ പദ്ധതിക്ക് പിന്നിലെ എല്ലാ നിഗൂഢതകളും ചുരുളഴിയുകയാണ്. എന്തിനാണ് ഗാസയിൽ അമേരിക്ക കണ്ടുവയ്ക്കുന്നത്? എന്താണ് ഗാസയിലെ അമേരിക്കയുടെ പ്ലാൻ? അത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. വർഷങ്ങളായി ട്രംപിൻ്റെ കുടുംബം മനസ്സിൽ കൊണ്ടുകിടക്കുന്ന വലിയൊരു ആഗ്രഹമാണ് ഗാസയെ സ്വന്തമാക്കുക എന്നുള്ളത്.